നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോവാണ്. വലിയ ആഘോഷമൊന്നുമില്ല. നമ്മുടെ കൊച്ചു വീട്ടിലെ ഒരു ചെറിയൊരു ആഘോഷം. ഇതൊക്കെയല്ലേ എല്ലാവർക്കും ഒരു സന്തോഷം എന്ന് പറയണത്. കുറേ കഴിയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ. അപ്പോൾ പപ്പയും അമ്മയും വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണേ. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. അവർ രണ്ടുപേരും നല്ല കരച്ചിലായിരുന്നു. പിന്നെ കരച്ചിലൊക്കെ മാറ്റിയെടുത്തിട്ട് ഒരു വിധത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അവർക്ക് കേക്ക് മുറിക്കണേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഇഷ്ടം എന്താണെന്നറിയോ? ആ കേക്കിന് മുകളിലിരിക്കുന്ന ആ മെഴുകുതിരി ഊതിക്കെടുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരെയും കൊണ്ടും പപ്പായാണേ കേക്ക് മുറിക്കണത്. ചേട്ടായിക്ക് രാത്രിയും പണിയുള്ളതുകൊണ്ട് ചേട്ടായി വന്നില്ല. ഇത്രയും ലേറ്റ് ആയത് ചേട്ടായിനെ നോക്കിയിരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കേക്ക് കൊടുത്തപ്പോൾ അവന് ചെറിയ കഷ്ണം വേണ്ട വലിയ കഷ്ണം വേണമെന്ന് പറഞ്ഞിട്ട് പൊന്നൻ വഴക്കായി. പിന്നെ കുഞ്ഞിന് കൊടുത്തു. എല്ലാവർക്കും ഓരോ പീസ് കേക്ക് എടുത്ത് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ കുഞ്ഞൻ ആദ്യം കൊണ്ടുപോയി കൊടുത്തത് പപ്പായ്ക്കാണേ. ഇവിടെ ഒരാൾ ചാരി നിൽക്കുന്നുണ്ടോ? പിണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് കേക്ക് കൊണ്ടുപോയി കൊടുത്തു. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കസേരയിലിരിക്കുകയാണേ. അച്ചുക്കുട്ടിക്ക് കേക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ചിങ്കാരിക്ക് കേക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇതെല്ലാം നോക്കി വിഷമിച്ചിട്ട് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ലവ് ബേർഡ്സിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. കേക്ക് മുറിച്ചിട്ട് ചേട്ടായിക്ക് ഒരു പീസ് എടുത്തു വെച്ചു. ബാക്കി എല്ലാവരും കൂടെ കഴിച്ചു. അടുത്തായിട്ട് അച്ചുക്കൂൻ്റെയും ചിങ്കാരിയുടെയും ഡാൻസാണ് കേട്ടോ. അടിച്ചു പൊളിച്ചു എല്ലാവരും കൂടെ കൂടിയിട്ട്. ഇതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്. പിണങ്ങി നിന്ന സ്വന്തക്കൂട്ടം ബെനിനും ഒരു കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയി കേട്ടോ. പൊന്നനെയും കുഞ്ഞിനെയും കൂടെ ഡാൻസ് കളിക്കാനായിട്ട് ചിങ്കാരിയൊക്കെ കുറേ നിർബന്ധിച്ചു. പക്ഷെ അവർക്ക് എന്തോ ഒരു ഉറക്കക്ഷീണം. അത് കഴിഞ്ഞപ്പോൾ പപ്പായും കൂടെ ഇറങ്ങിട്ടോ. ഇതോടുകൂടി നമ്മുടെ കലാപരിപാടി അവസാനിപ്പിച്ചേ.